ബിഗ് ഫ്രണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്പർ 10നെയാണ്. ഓക്കെ, അപ്പോൾ നമ്പർ 10നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണ് ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്യാമെന്നറിയോ? അതായത് ഡയറക്റ്റ് അഡീഷനും പറ്റില്ല, സ്മോൾ ഫ്രണ്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്യുക. ബിഗ് ഫ്രണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 10നെ ആയതുകൊണ്ട് ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്ക് ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുക? 10ൽ താഴെയുള്ള നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ബിഗ് ഫ്രണ്ട് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നും അതുപോലെ അതിൻ്റെ ബിഗ് ഫ്രണ്ട്സ് ഏതൊക്കെയാണെന്നും നോക്കാം. നമുക്ക് ബിഗ് ഫ്രണ്ട് ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9. 10ൽ താഴെയുള്ള നമ്പേഴ്സ്. 1ൻ്റെ ബിഗ് ഫ്രണ്ട് ആരാണെന്നറിയോ? 1ൻ്റെ ബിഗ് ഫ്രണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ 10 ഫിംഗേഴ്സ് 2 കൈയും എടുക്കുക. അതിനുശേഷം 1ൻ്റെ കിട്ടാൻ എന്ത് ചെയ്യാം? 1 ഫിംഗർ ഫോൾഡ് ചെയ്യുക. 1 ഫിംഗർ ഫോൾഡ് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 9 ഫിംഗേഴ്സ് അല്ലേ? അതായത് 1 10 ആവാൻ എത്ര കൂടി വേണം? 1 10 ആവാൻ എത്ര വേണം? 9. ഓക്കെ, 2 ആണെങ്കിലോ 8, 3ക്ക് 7, 4ന് 6, 5ന് 5, 6ന് 4, 7ന് 3, 8ന് 2, 9ന് 1. ഇതാണ് ബിഗ് ഫ്രണ്ട്സ്. 1ൻ്റെ 9, 2ൻ്റെ 8, 3യുടെ 7, 4ൻ്റെ 6, 5 5, 6 4, 7 3, 8 2, 9 1. ഇനി അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്മോൾ ഫ്രണ്ട് ചെയ്യണ പോലെ തന്നെയാണ്. ഏതൊക്കെ നമ്പേഴ്സാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക? 1 2 3 4 5 അപ് ടു 9 അല്ലേ? ആഡ് 1 ചെയ്യാൻ എന്തായിരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക? നമ്മൾ സ്മോൾ ഫ്രണ്ടിൽ എന്താ ചെയ്തത്? സ്മോൾ ഫ്രണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 5 ആയതുകൊണ്ട് 5 ആദ്യം ആഡ് ചെയ്തു. അപ്പോൾ ബിഗ് ഫ്രണ്ട് 10നെ അല്ലേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ആഡ് 2 അപ് ടു ആഡ് 9 ചെയ്യാൻ വേണ്ടി ആദ്യം ഫസ്റ്റ്ലി എന്ത് ആഡ് ചെയ്യണം? ആഡ് 10 ചെയ്യണം. ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് 10 ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാം. അതിനുശേഷം ഇവിടെ ആഡ് 5 ചെയ്തിട്ട് സ്മോൾ ഫ്രണ്ടിനെ അല്ലേ ലെസ് ചെയ്തത്? ഇവിടെ ബിഗ് ഫ്രണ്ട് ആകുമ്പോൾ 10 ആകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ബിഗ് ഫ്രണ്ടിനെ ലെസ് ചെയ്യണം. 1ൻ്റെ ബിഗ് ഫ്രണ്ട് ആരാണ്? 9. 2ൻ്റെ ആരാണ്? 8. ഇവിടെ 7, ഇവിടെ 6, ഇവിടെ 5, then 4 3 2 1. അപ്പോൾ നമ്മൾ ബിഗ് ഫ്രണ്ട് അഡീഷൻ ഫോർമുല പഠിച്ചു കഴിഞ്ഞു. ഇനി ബിഗ് ഫ്രണ്ട് സബ്ട്രാക്ഷൻ ഫോർമുല ഇതുപോലെ തന്നെയാണ് കേട്ടോ. അതിനെന്ത് ചെയ്താൽ മതി? +1 എന്തൊക്കെയാണ് നമുക്കൊക്കെ ചെയ്യേണ്ടത്? +1 ചെയ്യണം, +2, +3, +4, +5, +6, +7, +8, +9 ചെയ്യണം. ഓക്കെ, അതിനെന്തായിരിക്കും ചെയ്യുക? നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ നേരത്തെ ആഡ് 10 ചെയ്ത പോലെ ലെസ് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യണം? +10 ആണ് ആദ്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനുശേഷം നമ്മൾ ഇവിടെ സ്മോൾ ഫ്രണ്ടിനെയല്ലേ ആഡ് ചെയ്തത്, അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ബിഗ് ഫ്രണ്ടിനെ ആഡ് ചെയ്യണം. 1ൻ്റെ ബിഗ് ഫ്രണ്ട് 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, അപ്പോൾ ഇതാണ് ബിഗ് ഫ്രണ്ട് സബ്ട്രാക്ഷൻ ഫോർമുല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യുക? ഡയറക്റ്റ് അഡീഷനും പറ്റില്ല, സ്മോൾ ഫ്രണ്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് 2ഉം 7ഉം 9ഉം ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യാം? 2 നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം 7 ആണ്. 7 നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം 9 ആണ്. 9 ആഡ് ചെയ്യാൻ നമുക്കിവിടെ പറ്റുമോ? ഡയറക്റ്റ് പറ്റില്ല. സ്മോൾ ഫ്രണ്ടിൽ 9 വരെ ആഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അഡീഷനും പറ്റില്ല, സ്മോൾ ഫ്രണ്ട് അഡീഷനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്യണം. ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്ത് 9 ആഡ് ചെയ്യാനുള്ള ഫോർമുലയാണ് ആഡ് 9 = ആഡ് 10 +1. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആഡ് 10 ചെയ്യണം. ആഡ് 10 ചെയ്യണ്ടേ? എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടല്ലേ ചെയ്യാം. ഓക്കെ, ആഡ് 10 ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആഡ് 10 ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് +1 അല്ലേ? +1 ചെയ്യണം. +1 എങ്ങനെയാണ് ചെയ്യുക? +1 ഇവിടെ നിന്ന് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വന്നു നമുക്ക്? ഇവിടെ 1, ഇവിടെ 8. അപ്പോൾ ആൻസർ എന്തായി? 18 എന്ന് പറഞ്ഞാൽ 18 ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5, 3, 2 ആണ്. ഇത് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് 5 എടുക്കുക? 5 എടുക്കാൻ ഈസിയാണ് അല്ലേ? ഡയറക്റ്റായിട്ട് 5 എടുത്തു. അതിനുശേഷം നമുക്ക് വന്നിരിക്കുന്ന നമ്പർ 3 അല്ലേ? 3 എങ്ങനെ എടുക്കും? അത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് 2 വേണം അല്ലേ? ഇനി നെക്സ്റ്റ് നമ്പർ നമുക്ക് 2 അല്ലേ? ആ 2 എങ്ങനെ എടുക്കും? 2 എടുക്കാൻ ഡയറക്റ്റ് എടുക്കാനില്ല. സ്മോൾ ഫ്രണ്ട് എടുക്കണമെങ്കിൽ ആഡ് 2 ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആഡ് 2ന് ആഡ് 5 ചെയ്യണ്ടേ? പക്ഷേ ഇവിടെ ഓൾറെഡി 5 ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആഡ് 5 ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഡയറക്റ്റ് അഡീഷനും പറ്റില്ല, സ്മോൾ ഫ്രണ്ടും പറ്റില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്തെടുക്കണം? ബിഗ് ഫ്രണ്ട് എടുക്കണം. ബിഗ് ഫ്രണ്ട് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 2 അല്ലേ? അപ്പോൾ 2 ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? നോക്കുക, 2 ആഡ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ആഡ് 10 ലെസ് 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് 10 ചെയ്യണം. ആഡ് 10 ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് യൂസ് ചെയ്തിട്ട്, ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ്. ആഡ് 10. അതുപോലെ എന്ത് വേണം? ആഡ് 10 കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ആഡ് 10 ലെസ് 8. ലെസ് 8 നമ്മൾ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വന്നു? ആൻസർ എന്ന് പറയുന്നത് 1, 0 അല്ലേ? ഇവിടെ 1, ഇവിടെ 0. അപ്പോൾ ആൻസർ എന്ത് വന്നു? 1, 0 എന്ന് പറയുന്ന നമ്പർ ഏതാണ്? 10 ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ